ഓണക്കാലമായ സിഡ്നിയിൽ ഒരുപാട് ഓണം സെലിബ്രേഷൻസ് നടക്കട്ടോ. ഞാനിന്ന് KFSന്റെ ഓണം പരിപാടിക്കാണ് പോണത്. ഞാനേ ഒരു ഗോൾഡ് ആൻഡ് സിൽവർ ഡീറ്റെയിലിംഗ് ഉള്ള ഒരു സാരിയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് ഞാൻ സ്റ്റുഡിയോ വിരൂപ്പേന്ന് ലാസ്റ്റ് ഇയർ മേടിച്ചതാണ്. ഒരു ഗോൾഡ് ആൻഡ് സിൽവർ ഡീറ്റെയിലിംഗ് ഉള്ള വളയുണ്ടായിരുന്നു കേട്ടോ, അത് ഇട്ടു. പിന്നെ പറ്റിയ കുറച്ച് ആക്സസറീസ് ഒക്കെ ഇട്ടു. ഇപ്രാവശ്യം നാട്ടിൽ പോയില്ലേ, അപ്പം ഞങ്ങളുടെ പാലക്കാടുള്ള ലുലു മോളിൽ നിന്ന് മേടിച്ച ബാഗാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഞാൻ, ഹസ്ബൻഡ്, ഇൻലോസ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഞങ്ങൾ പോണത് പ്ലംടണിലുള്ള സെൻറ്റ് സ്റ്റീഫൻ ചർച്ചിൻ്റെ പാരിഷ് സെൻറ്ററിലേക്കാണ്. അവിടെയാണ് പരിപാടി നടക്കുന്നത്. അവിടെ ഒരു 11-11:30 സദ്യ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു 12:30-1 മണിയൊക്കെ ആവാറായപ്പോഴാണ് അവിടെ എത്തിയത്. ആളുകളൊക്കെ എത്തി തുടങ്ങണതേ ഉള്ളൂ. പ്രോഗ്രാം ഒരു 3 മണിയോടെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ചെന്ന പാടെ സദ്യക്കിരുന്നു. 2 കൂട്ടം പായസമെല്ലാം നല്ല സദ്യയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സദ്യ കഴിഞ്ഞ പാടെ സിഡ്നിയിലുള്ള കലാകാരന്മാരുടെ ഡാൻസ് ഒക്കെ തുടങ്ങി കേട്ടോ. പാരലലി ചേർച്ചിൻ്റെ സൈഡിലെ ഓണക്കളികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെന്നപ്പോൾ അവിടെ ആണുങ്ങളുടെ കസേരകളി നടക്കുകയായിരുന്നു. ഫണ്ണായിരുന്നു വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ കോളേജിലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇവരെൻ്റെ കോളേജ് ഫ്രണ്ട്സാണ്. നിങ്ങൾ നേരത്തെ വീഡിയോയിൽ ഇവരെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളെല്ലാവരും പുറത്തു നിന്ന് വൻ കത്തേടിയായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് കുറേ ഫോട്ടോസും എടുത്തു. ഞങ്ങൾ ഉള്ളിൽ ചെന്നപ്പോഴത്തേക്കും ചെണ്ടമേളവും ഉദ്ഘാടനവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്കിലി ഞങ്ങളുടെ അനദർ കോളേജ് ഫ്രണ്ട് അബനിയുടെ പെർഫോമൻസിന് തൊട്ട് മുന്നേ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ പെർഫോമൻസ് കാണാൻ പറ്റി. ഇപ്രാവശ്യത്തെ പരിപാടിയിൽ നോട്ട് ചെയ്തത് ഒരുപാട് സ്റ്റുഡൻസ് ഇൻവോൾവ്ഡ് ആയിരുന്നു. എസ്പെഷ്യലി മെക്വറി യൂണിവേഴ്സിറ്റിയിലെ മോർ ദാൻ 100 സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പരിപാടിക്ക്. ഇത് അവരുടെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എല്ലാ ലോക്കൽ ടാലൻസിൻ്റെയും പ്രോഗ്രാം അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത്. അപ്പോഴേക്കും നമ്മുടെ ഗസ്റ്റ് വരാൻ ടൈമായി. അനു സിത്താരയുടെ ടീമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അനു സിത്താരയുടെ 2 പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫിലിം ആക്ട്രസ് ഗായത്രി സുരേഷ് ഉണ്ടായിരുന്നു. ഗായത്രി സുരേഷും 2 പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ D4 ഡാൻസിലുണ്ടായിരുന്ന റിനോഷിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നാട്ടിൽ നിന്നുള്ള സിംഗേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അഭിജിത്ത് കൊല്ലം പാടിയിട്ടുണ്ടായിരുന്നു, ക്രിസ്റ്റകല ഉണ്ടായിരുന്നു, പിന്നെ അൻവർ സാദത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ആർട്ടിസ്റ്റുകളെയൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് ഒരു ഹായ് പറയാൻ പറ്റി, ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടോ. സിംഗേഴ്സിനെ പറ്റി എസ്പെഷ്യലി പറയണം കേട്ടോ. അവർ ഒരുപാട് അടിപൊളി പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ആദ്യം ഇരുന്നിട്ടൊക്കെ ആയിരുന്നു ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് നടുക്കിലോട്ട് ഇറങ്ങി ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇറങ്ങി ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഒരു ഡാൻസ് പറയാത്ത ഞാനൊക്കെ വൺ ഡാൻസ് ആയിരുന്നു. എന്തായിരുന്നു പറഞ്ഞാൽ ഈ മെയിൻലി ഈ ചെളിക്കുത്തും മാങ്ങാപ്പറി പോലത്തെ സ്റ്റെപ്പൊക്കെ തന്നെയാണ് കേട്ടോ. വി ഓൾ ഹാഡ് എ ഗ്രേറ്റ് ഫൺ നൈറ്റ്. നമ്മളെ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. ഇത് ഞങ്ങളുടെ സ്വന്തം അനുബേട്ടനാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ടിക്കറ്റ് എടുപ്പിച്ചത്. അനുബേട്ടൻ ഇതിൻ്റെ ഓർഗനൈസേഴ്സിൽ ഒരാളാണ് കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. പ്രോഗ്രാം വാസ് റിയലി ഗുഡ്. ഓർഗനൈസേഴ്സ് ഡിഡ് എ വെരി ഗുഡ് ജോബ്.